ഷവർമേനെ വർമ്മയുടെ കൂട്ടാക്കി, ഹിന്ദുവിന്റെ കൂട്ടാക്കി, ഹിന്ദുവിനെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ഫുഡാക്കി. ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം. ഹലോ ഹായ്, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് കുഴപ്പമില്ല കേട്ടോ, വലിയ ചൂടില്ല, പക്ഷെ ചൂടുണ്ട്. ഇടയ്ക്കൊക്കെ അപ്പുറത്തേക്ക് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഞാനിന്ന് വന്ന് വേറൊന്നുമല്ല, കാരണം ഇന്നലെ രാത്രി ഇരുന്നപ്പോൾ ഒരു വീഡിയോ കണ്ടായിരുന്നു. കാരണം ഒരു മഹാനായ ഒരു പ്രത്യേക പാർട്ടിയിൽപ്പെട്ട ഒരാളായിരിക്കും. കാരണം ഈ പാർട്ടി തത്വങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഇത്രക്ക് പൊട്ടന്മാരും ഇമാതിരി വെറിയന്മാരും അവിടെ നിന്നുള്ള ചിന്ത എനിക്ക് അറിയില്ല. അത് എവിടുന്ന് വരുന്നു എന്നുള്ള ഒരു തോട്ട് വേണ്ടേ? കാരണം നമ്മളെല്ലാവരും ഈവനിങ്സിലും അല്ലെങ്കിൽ ഒരുവിധം ആൾക്കാരൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ, കാരണം അവരെന്താ തോന്നുക, വാടാ പോയൊരു ഷവർമ കഴിക്കാം, അതൊക്കെ വാടാ പോയൊരു അൽഫാം കഴിക്കാം, ഇങ്ങനെയൊക്കെയാണ് ഒരു കാര്യങ്ങളുള്ളത്. പക്ഷെ ഈ പറയുന്ന ആള് അതിൻ്റെ പേരിൽ ഒരു പ്രത്യേക കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം തുടങ്ങി എല്ലാം ഉണ്ടാക്കിയിരിക്കണ്. ഞാൻ ആളുടെ വീഡിയോ കാരണം ഇവരെ കൂട്ടത്തിലുള്ളവരെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഒരു ബോറടി, ഒരു പ്രശ്നങ്ങളോ ഇല്ലാണ്ട് നമുക്ക് ഇരുന്ന് ചിരിക്കാം. കാരണം ഇവർ ഭയങ്കര സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടാവുക, പക്ഷെ അത് കേൾക്കുന്നവർക്ക് വൻ കോമഡിയാണ്. ഇന്ന് ഷവർമേനെ പറ്റിയിട്ടാണ് ഞാൻ ഒന്ന് സ്ക്രീനിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ അതൊന്ന് നോക്കിക്കോ, എങ്ങനെയുണ്ടെന്ന് നോക്കുക, നല്ല രസമാണ്. ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം. ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ്. നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത്. അതൊക്കെ ഏത് ഭക്ഷണമാണ്? ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല. കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, പക്ഷേ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു. നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. കാരണം ഞാൻ ഇന്നലെ ആലോചിച്ചു, എന്നാലും പ്രത്യേക നിമിഷത്തിൽ ഇയാൾക്ക് എന്തിനായിരിക്കും ഷവർമ്മയോട് കലിപ്പ് തോന്നിയത്? പിന്നെ അതിൽ കുറച്ച് റീസൺസ് ഞാൻ കണ്ടുപിടിച്ചു. ഒന്ന്, കാരണം ഇയാള് എപ്പോഴെങ്കിലും ഏതെങ്കിലും കടയിൽ വിശന്നപ്പോൾ ഈവനിങ്സിൽ പോയപ്പോൾ ഷവർമ്മ ചോദിച്ചു, അവിടുന്ന് ഇയാൾ കുറച്ച് ചെക്ക് വെച്ചിട്ടുണ്ട് ഈ സംസാരത്തിൽ. അതായത് കരിഞ്ഞ ഇറച്ചി എന്നുള്ളത്, അതാണ് പ്രശ്നം. ഇയാൾക്ക് എവിടുന്നോ കരിഞ്ഞ ഷവർമ്മ കൊടുത്തതിൻ്റെ കലിപ്പ് ഇയാൾ ഇവിടെ ഒന്ന് തീർക്കുന്നു. അല്ലെങ്കിൽ അയാള് തൊഴുത്തിലൊക്കെ ചാണകം ക്ലീനാക്കുന്ന പണിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഭാര്യയും മക്കളും ഇയാളോട് അച്ഛാ നമുക്ക് ഷവർമ്മ കഴിച്ചാലോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ആ കലിപ്പ് നമ്മളെ ഇവിടേക്ക് വന്നിട്ട് നമ്മളെ നെഞ്ഞത്തോട്ടാണ് തീർക്കുന്നത്. ഷവർമ്മ, അതിന് അയാൾ വർമ്മക്കാരെയും എല്ലാവിധ ആൾക്കാരെയും അയാൾ ആ വീഡിയോയിൽ കൂട്ടുപിടിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് ബലമായ സംശയം അത് വേറൊന്നുമില്ല, ഒരു പ്രത്യേക വിഭാഗം മാത്രം ഇങ്ങനെ ആൾക്കാർക്ക് ചിരിക്കാനുള്ള ജോക്കുകൾ പടച്ചു വിടുന്നതിൻ്റെ ഒരു ബിഹൈൻഡ് ഉണ്ടാവുമല്ലോ, ഒരു കാരണം എന്താന്ന്. കാരണം പറയുന്നതൊക്കെ പൊട്ടത്തരങ്ങളായിരിക്കും. പൊട്ടത്തരങ്ങളിൽ ഒരു മാല തന്നെയാണ് ഈ പഹന്മാര് തീർക്കുന്നത്. എനിക്ക് തോന്നുന്നത് കലിപ്പോ ഒന്നുകിൽ കരിഞ്ഞിറച്ചി, അല്ലെങ്കിൽ വീട്ടുകാരും ആ ഭാര്യ മക്കളും ഇയാളോട് ഷവർമ്മ ചോദിച്ച് ആ കലിപ്പ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. പിന്നെ എനിക്ക് രാവിലെ വേറൊരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം
വീട്ടുകാരെ ആലോചിച്ചും മക്കളുടെ ഭാവിയെ കുറിച്ച് ആലോചിച്ചും ഞാൻ സംഘപ്രവർത്തനത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അധികം പുറത്ത് പറഞ്ഞിട്ടില്ല എന്ന് നമ്മളുടെ കൃഷ്ണപ്രസാദ് ആ ഒരു ആക്ടർ ഉണ്ടല്ലോ, ആ ആക്ടർ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ തുടങ്ങി ഒരുപാട് ആക്ടേഴ്സ് സംഘപ്രവർത്തനത്തിൽ വിശ്വാസമുണ്ട്. പക്ഷെ പബ്ലിക്കായിട്ട് ഞാൻ അതിലേക്കില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കാരണം ഇതിൽ വേറൊന്നുമല്ല. കാരണം ആൾക്കാർക്ക് അറിയാം ഈ വ്യക്തികൾ എന്താണ് വായ തുറന്നാൽ പറയുക, പൊട്ടത്തരങ്ങളായിരിക്കും. അല്ലെങ്കിൽ പിന്നെ കാരണം കൃഷ്ണപ്രസാദ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെല്ലാവരും ചാണകം, നമ്മൾ കഴിക്കുന്ന ചാണകം, അവർ കഴിക്കുന്ന ചാണകമായിരിക്കും. പിന്നെന്താണ്, ഒരിക്കൽ പഴയ ഇന്റർവ്യൂവിൽ നമ്മൾ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് വിജയിപ്പിച്ച ഒരാൾ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടല്ലോ. ആള് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ബീഫ് കഴിക്കില്ല, ഞങ്ങൾ ചെയ്യില്ല. പക്ഷെ ഈ പഴയ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ബീഫ് അടിച്ച് വീക്കുന്നുള്ളത്. ഇവർക്കൊക്കെ ഒരു കാര്യം പറയുമ്പോൾ ഒരു തന്ത, പിന്നെ അത് വീണ്ടും പറയുമ്പോൾ രണ്ട് തന്ത എന്ന രീതിയിലുള്ള സംസാരങ്ങളാണ്. കാരണം ഒരുപാട് സെലിബ്രിറ്റീസ്, ഈവൻ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും അവർക്ക് എല്ലാവർക്കും BJP അനുഭവികളാണ്, ഒപ്പം സംഘപ്രവർത്തനത്തിൽ വിശ്വസിക്കുന്നവരാണ്. എങ്കിൽ അതിൽ നിൽക്ക്. എന്തിനാണ് അവർ ഒരു കാര്യം പറയുമ്പോൾ സംഘത്തിൻ്റെ പേരും, പിന്നെ വേറൊരു കാര്യത്തിൽ അവർ ഡബിൾ മൾട്ടി ബ്ലഡ് എന്നൊക്കെ പറയാമല്ലോ, ആ രീതിയിൽ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. ഇത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇരുന്ന് ചിരിക്കുന്ന കണ്ടിട്ട് ഉമ്മ വന്ന് ചോദിക്കുക, എന്താടാ അത് കഴിഞ്ഞ ഉപ്പ നമുക്കിന്ന് രാത്രി ഷവർമ്മയായാലോ. അപ്പം ഞാൻ വിചാരിച്ചു ഈ വീഡിയോ കേട്ടിട്ടാണോ. ഉപ്പ പറഞ്ഞു, അല്ല ഞാൻ വീഡിയോ ഒന്നും കേട്ടിട്ടില്ല, ഇത് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ തോന്നി. ഇതേ രീതി തന്നെ അവൻ്റെ വീട്ടിലും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, ചേട്ടാ നമുക്കൊരു ഷവർമ്മ കഴിച്ചാലൊന്നും. ഞാൻ ചിന്തിക്കുന്നത് ഇപ്പൊ ഷവർമ്മ ഇയാള് പറഞ്ഞ കരിഞ്ഞ പിന്നെ നാവുമ്പോ ഒരു കടി വീണം. പിന്നെ ഇയാള് പറയുന്നത്, അതായത് ഷവർമ്മ കഴിച്ച് മരിച്ച ആൾക്കാരൊക്കെ ഹിന്ദുക്കളാണ്. അപ്പോൾ അതായത് അതിലും വേറൊരു കുറച്ച് പൊളിറ്റിക്കലി കുറച്ച് വർഗീയ സ്പിരിറ്റാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. വർമ്മമാര് മരിക്കുന്ന, അവര് മരിക്കുന്ന, ഇവര് മരിക്കുന്ന, അതായത് ഇതെന്താ മുസ്ലിംസ് ആരും, കാരണം ഷവർമ്മയിൽ ചിലയിടത്തുണ്ടല്ലോ, അതായത് പോയിസൺ ആയിരിക്കും, ഫുഡ് പോയിസൺ ആയിരിക്കും, അങ്ങനെ ഒരുപാട് പേര് വിട്ടുപോയിക്കണം, മരിച്ചു പോയിക്കണം. അതൊക്കെ ഷവർമ്മ മാത്രം ആവണമെന്നില്ല, ഏത് ഫുഡിലാണെങ്കിലും ഫുഡ് പോയിസൺ വന്നാൽ നമ്മൾ കാഞ്ഞു പോകും. പക്ഷെ ഇതിൻ്റെ പേരിൽ അതിലും ഒരു ജാതി സ്പിരിറ്റ്, ഹിന്ദുക്കള്, മുസ്ലിങ്ങള്, ക്രിസ്ത്യാനികൾ എന്ന രീതിയിലുള്ള ഒരാളുടെ സംസാരമാണ് ഞാൻ കേട്ടത്. വർമ്മ ഹിന്ദുക്കള്, മരിച്ചവര് ഹിന്ദുക്കള്. കാരണം ഞാൻ ചിന്തിക്കുകയാണ്, കഴിക്കുന്ന ഭക്ഷണത്തിലും ഇയാൾ എവിടെയെങ്കിലും ആക്സിഡന്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ആ ആക്സിഡന്റ് സമയത്ത് ഇയാൾക്ക് ബ്ലഡ് കയറ്റുമ്പോൾ ഇയാൾ ചോദിക്കും, അയ്യോ ഷവർമ്മ കഴിക്കാത്ത ഹിന്ദുവിൻ്റെ ആണോ എന്ന് ചോദിക്കില്ലല്ലോ. ആ ടൈമിൽ കിട്ടുന്ന ബ്ലഡ് ഏത് റെയർ ആണോ അതാണോ അല്ല, നമുക്ക് കിട്ടുന്നത് എന്ത്, നമ്മുടെ ജീവൻ രക്ഷിക്കാന്. ഷവർമ്മ എന്നതൊരു ഭക്ഷണമാണ്. അത് ഗൾഫിലൊക്കെ ഉള്ള ഒരു സ്റ്റൈൽ, അറബിക് സ്റ്റൈൽ ഫുഡാണെങ്കിലും ഈ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന കാര്യമാണത്. ഇപ്പൊ ചിക്കൻ ആണെങ്കിലും ബീഫ് ഷവർമ്മയാണെങ്കിലും, എൻ്റെ അവിടെ ബീഫില്ല, ഒന്ന് പോയി ചോദിച്ചു നോക്കണം ഈവനിങ്. ഇയാൾ പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, എന്തായാലും ഇന്ന് എനിക്കൊരു ഷവർമ്മ കഴിക്കണം. കാരണം എൻ്റെ വളരെ നല്ലൊരു ഫ്രണ്ട് ഉണ്ട്, ആള് BJP ആണ്, ആള് സംഘപ്രവർത്തകനാണ്. ആൾക്ക് ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ ആള് പറഞ്ഞ എന്താ അറിയോ, കുറച്ച് പാർട്ടിയിൽ തന്നെ അതിൻ്റെ തത്വങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവനെ പോലെയുള്ള ആൾക്കാർക്ക് ഒരാളും, ഒരു ഹിന്ദും അവരുടെ അട്ടിപ്പേർ അവകാശം എഴുതി കൊടുത്തിട്ടില്ല. വായ തുറന്ന് രാവിലെ പൊട്ടത്തരവും ജാതി സ്പിരിറ്റും പറയുന്ന നേരം അതൊന്നും നോക്കണ്ട, വാളിയെ നമുക്ക് ഇന്ന് പോയി ഷവർമ്മ കഴിക്കാന്നാണ് അവൻ പറഞ്ഞത്. കാരണം അവന് BJP ആണ്. പക്ഷേ ഇവർ BJP എന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ മനുഷ്യനും കൂടിയാണ്. കാരണം മനുഷ്യനെ കാണാനറിയാം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെന്ത്. ഇപ്പോൾ ഈ നിലയ്ക്ക് ചോദിക്കണമെങ്കിൽ അവരോട് വന്നിട്ടൊരു മുസ്ലിം ചോദിക്കണം അടുത്തുള്ള പള്ളി ഏതാന്ന് ചോദിച്ചാൽ വ്യക്തികള് 2 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കണം വല്ല ക്രിസ്ത്യൻ പള്ളിയിലും പറഞ്ഞയക്കും ചിലപ്പോൾ. എനിക്ക് തോന്നുന്നത് അതാണ്. കാരണം മനസ്സിൽ അത്രയ്ക്ക് വിഷാണുള്ളത്. എന്തായാലും ഇയാൾക്ക് ഇനി കരിഞ്ഞ ഷവർമ്മ അല്ലാതെ നല്ല ഷവർമ്മ കിട്ടട്ടെ. പിന്നെ ഭാര്യയോ മക്കളോ ആരെങ്കിലും ഷവർമ്മ ചോദിച്ചാൽ അത് മേടിച്ച് കൊടുക്കാനുള്ള അവസ്ഥ ഉണ്ടാവട്ടെ. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളൂ, പൊട്ടത്തരങ്ങളും
വിഡ്ഢിത്തരങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നറിയാം. നിങ്ങൾ എന്ന് പറഞ്ഞാൽ വായ തുറന്നാൽ അതാണെന്നും അറിയാം. പക്ഷേ അതിലൊരു ലോജിക്ക് നിങ്ങൾ അന്വേഷിക്കണം. കാരണം ഷവർമേനെ വർമ്മയുടെ കൂട്ടാക്കി, ഹിന്ദുവിനെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ഫുഡാക്കി, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുകയും, നാളെ എനിക്ക് വിശന്നാൽ ഒരു നിങ്ങൾ പ്രദേശത്ത് പോയി പെട്ട് അവിടെ ആണെങ്കിൽ വേറെ കടകളൊന്നും ആ സമയത്ത് തുറന്നിട്ടില്ല, ഒരു മുസ്ലിമിൻ്റെ ഒരു ഇതായിരിക്കും, അൽഫാമും ഷവർമൊക്കെ വെക്കുന്ന ഒരു കടയായിരിക്കാം. അവിടെ പോയിട്ട് നിങ്ങൾ പറയണം, അയ്യോ വേണ്ട ഷവർമ വേണ്ട, ആളെ കൊല്ലും എനിക്ക്, അപ്പം വെള്ളം അയ്യോ വേണ്ട, ഷവർമേൻ്റെ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളമല്ലൊക്കെ വേണ്ട, നിങ്ങൾ പറയുമോ? പറയില്ല. നിങ്ങൾ സിമ്പിളായിട്ട് അത് അടിച്ച് വീക്കി കഴിക്കുകയേ ചെയ്യുള്ളൂ. കാരണം ഇന്ന് രാവിലെ ഞാൻ എന്ത് വീഡിയോ ഇടുന്ന ആലോചിച്ചിരിക്കും. ഞാൻ ഇതൊക്കെ എൻ്റെ വാട്സപ്പിൽ, ഞങ്ങൾക്ക് 2 വാട്സപ്പ്, ഒരു നമ്പർ തന്നെ, എൻ്റെ ടാബിൽ ഒരു വാട്സപ്പ്, പിന്നെ വേറെ മൊബൈലിൽ ഒരു വാട്സപ്പ്. അപ്പം അതിലേക്ക് ഇങ്ങനെ ഫോർവേഡ് ചെയ്തിടും എന്തൊക്കെയാണ് പുതിയ ന്യൂസ് എന്നുള്ളത്. എനിക്കിപ്പോൾ ഇന്ന് കണ്ട ന്യൂസാണത്. കാരണം മാനസികമായി അവർ BJP സംഘപ്രവർത്തകരാണ്, പുറത്തേക്ക് പറയാൻ പറ്റില്ല. കാരണം കുട്ടികളുടെ ഭാവി കാര്യങ്ങൾ നാട്ടുകാരെന്നുള്ള തെറി തന്തയ്ക്ക് വിളി, അതുകൊണ്ടായിരിക്കും അവർ പറയാത്തത്. അങ്ങനെ ഒരുപാട്, ഞാൻ ആ പോസ്റ്റ് കാണിക്കാട്ടോ സൈഡിൽ, അത് ആരാണ് അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. പിന്നെ ഇയാള് ഷവർമയുടെ കേസ്, അതുകൊണ്ടാണ് രാവിലെ തന്നെ, പിന്നെ ഞാൻ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, ഒരു മഴ ഈവനിങ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തൊരു ചൂടാ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ വന്നത്. പിന്നെന്താ പറയാനുള്ളത്? അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടവരൊക്കെ പോയിട്ട് 2 ഷവർമ കഴിക്കുക, വിശപ്പ് മാറ്റുക, വീട്ടിൽ വരിക, കിടന്നുറങ്ങുക. ഇയാളുടെ അവസ്ഥയിലൊന്നും ഒരു പൊട്ടത്തരങ്ങളും ആരും വിളിച്ച് പറയല്ലേട്ടോ.